സകല വിശുദ്ധരുടെയും തിരുനാൾ. ഓരോ വിശുദ്ധരുടെയും തിരുനാൾ ഒറ്റയ്ക്ക് സഭയിൽ ആചരിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ സകല വിശുദ്ധർക്കും വേണ്ടി ഒരു പ്രത്യേക ദിനം മാറ്റിവച്ചിരിക്കുന്നതിൻ്റെ പൊരുൾ എന്തായിരിക്കും? ഒന്ന്, നാം എല്ലാവരും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവരാണ് എന്ന് ഓർമ്മപ്പെടുത്താൻ. രണ്ട്, അവരുടെ അനുകരണീയമായ ജീവിതത്തിൽ നിന്ന് ആവേശം പകരാൻ. മൂന്ന്, സ്വർഗത്തിലെ അവരുടെ സൗഭാഗ്യത്തിൽ പങ്കുചേരാൻ. ഓരോ ക്രിസ്ത്യാനിയും വിശുദ്ധരും വിശുദ്ധരാകാനുള്ളവരുമാണ്. ഇത് തിരിച്ചറിഞ്ഞ് ജീവിച്ചവരുടെ കഥയാണ് ഓരോ വിശുദ്ധൻ്റെയും. നമ്മുടെ നാട്ടിലുമുണ്ട് നമുക്കനുകരിക്കാൻ ചില വിശുദ്ധ ജീവിതങ്ങൾ. വിശുദ്ധ ചാവറേച്ചൻ്റെ സഭാസ്നേഹവും വിശുദ്ധ അൽഫോൻസാമ്മയുടെ സഹനശീലവും വിശുദ്ധ എവിപ്രാസ്യോമ്മയുടെ പ്രാർത്ഥനാ ജീവിതവും വിശുദ്ധ മറിയം ത്രേസ്യയുടെ കുടുംബ പ്രേക്ഷിതത്വവും വിശുദ്ധ മദർ തെരേസയുടെ സേവന ജീവിതവും വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചൻ്റെ എളിമയും വാഴ്ത്തപ്പെട്ട റാണി മരിയയുടെ ധീരതയുമൊക്കെ കേരള ക്രൈസ്തവരുടെ മുൻപിലുള്ള വിശുദ്ധ ജീവിതത്തിൻ്റെ തെളിവുള്ള സാക്ഷ്യങ്ങളാണ്. ലോകത്തിലെ ഈ സമര ജീവിതത്തോട് അക്ഷീണം പടപൊരുതിയ നമ്മുടെ ജ്യേഷ്ഠ സഹോദരങ്ങൾ കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യജീവിതം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ അനുഭൂതി വിശേഷങ്ങൾക്ക് അർഹരായി. തനിക്ക് മാടപ്രാവിൻ്റെ ചിറകുകൾ ലഭിച്ചിരുന്നുവെങ്കിൽ പറന്ന് തിരുസന്നിധിയിൽ ഞാൻ അഭയം ലഭിക്കുമായിരുന്നു. ഇങ്ങനെ ഉന്നതത്തിലുള്ളവയെക്കുറിച്ച് സ്വപ്നം കണ്ട് ജീവിച്ച വിശുദ്ധരെ അനുകരിച്ച് അവരെ പോലെ ആകാനുള്ള വിളിയാണ് നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്നത്.